നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായത് വളരെ ഒരു ദാരുണമായ സംഭവമാണ്. ആദ്യം ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു 2019. ഇതിലെ പ്രതി ജാമ്യത്തിലിറങ്ങി മറ്റു രണ്ടുപേരെ, അവരുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും കൊലപ്പെടുത്തുന്നു. രണ്ട് പെൺകുട്ടികൾ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർ അനാഥരായി എന്നുള്ളതാണ്. അവരുടെ കരച്ചിൽ നേരത്തെ കേട്ടപ്പോൾ അത് കേട്ടിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർ പേടിച്ചു കഴിയുന്ന ഒരു സ്ഥിതിയാണ് അവരുടെ ജീവിതത്തിലുണ്ടായി. ഇനി അവരെങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും അറിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതാണ്. സാറേ, ഈ ആള് ഇപ്പൊ ഒരു ഏകദേശം 2-3 മാസമായിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയതേ, ഈ പ്രതി. അപ്പൊ ഇവർക്ക് ഈ മരിച്ച ഈ കുട്ടികൾക്കില്ലേ, അച്ഛൻ സുധാകരന്റെ മക്കൾക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇനി വീണ്ടും ഇവരെ ആക്രമിക്കുന്നുള്ളൊരു പേടി ഉണ്ടായിട്ട് അവരും പരാതി പോലീസിൽ കൊടുത്തിരുന്നു. പിന്നെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് പരാതി കൊടുത്തിരുന്നു. അതിന്റെ മുകളിൽ പോലീസ് ഇവരെ ഒരു ദിവസം വിളിപ്പിച്ചിരുന്നു. ഈ പ്രതിനെ ചന്ദാവരനെ വിളിപ്പിച്ചിട്ട് താക്കി ചെയ്തു വിട്ടു എന്നാണ് പോലീസിന്റെ ഭാഗം പറയണത്. പക്ഷെ ആള് ഈ ദിവസം തന്നെ അതായത് ഇന്നലെ രാവിലെ 8 മണിക്ക് തന്നെ അവന്റെ ഒരു റിലേഷനിൽ പെട്ട ഒരു ചേച്ചിയുടെ അടുത്ത് തന്നെ പോയി പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണ് ഞാൻ തിരിച്ചാക്രമിക്കും, അതിനുള്ള സെറ്റായിട്ട് ഞാൻ നടക്കണ പറഞ്ഞിട്ട് ഇവന്റെ കയ്യിലുള്ള ഈ വടിവാളൊക്കെ കാണിച്ചു കൊടുത്താണ്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, ചന്ദാവര നീ വെറുതെ ശല്യത്തിനൊന്നും പോണ്ട, നീ വീട്ടിൽ പോ എന്ന് പറഞ്ഞ അയച്ച് കഷ്ടി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചുള്ളത്. ഈ സുധാകരൻ മിനിഞ്ഞാന്നാളിന് തമിഴ്നാട്ടിൽ നിന്ന് ഡ്രൈവറാണ്. മിനിഞ്ഞാന്നാളിന് ആള് വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഈ ചന്താമര ജയിലിൽ നിന്ന് ഇറങ്ങിയത് അറിഞ്ഞപ്പോ സുധാകരന്റെ മകള് അവിടെ വീട്ടിൽ നിൽക്കാൻ പേടിച്ചിട്ട് അവരുടെ ഒരു ബന്ധു വീട്ടിലാണ് പോയി താമസിച്ചത്. സുധാകരന്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച് അയച്ചാണ്. അപ്പൊ മുത്തശ്ശിയും ഈ കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഈ ചന്താമരയിൽ നിന്ന് വല്ല ഭീഷണി ഉണ്ടാവുമോന്ന്, അവൻ എന്തെങ്കിലും പ്രതികരിക്കുമെന്നുള്ള പേടിച്ചിട്ട് കുട്ടി അവിടെ ഇല്ലായിരുന്നില്ല. അപ്പൊ ഇന്നലെ അവർക്ക് ക്ഷേമനിധി ബോർഡിൽ എന്തോ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോന്നത്ര ഭീഷണിയിലാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അവിടെയുള്ള സമീപത്തുള്ള ആളുകൾക്കടക്കം ഈ പേടിയും ഉണ്ടായിരുന്നു. ഈ വിവരങ്ങൾ ആ സമയത്ത് പോലീസിനെ അറിയിച്ചിരുന്നില്ലേ? അവര് കഴിഞ്ഞ മാസം ഡിസംബർ 29 മറ്റോ ഒരു പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞത് പോലീസിൽ. അപ്പൊ അതിന്റെ മുകളിൽ പോലീസ് അവന് വിളിച്ച് സംസാരിച്ച് താക്കീത് ചെയ്ത് വിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം പിന്നെ 2 ന്യൂസും കേൾക്കുന്നുണ്ട് മാഡം. ഒന്ന്, ഇവനാദ്യം ജാമ്യം കൊടുക്കുമ്പോൾ നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നെന്നും പറയണ്ടായിരുന്നു. പിന്നീട് ഇവർ അപ്പീൽ കൊടുത്തിട്ട് അത് എടുത്ത് കളഞ്ഞെന്നും പറയണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല മാഡം. പക്ഷെ അങ്ങനെ പുറത്തങ്ങനെ 2 ന്യൂസ് കേൾക്കുന്നുണ്ട്. അതില് സത്യാവസ്ഥ അറിയില്ല. താങ്കൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണല്ലോ. ഇദ്ദേഹത്തിന് ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങൾ, മറ്റ് മുടി വളർത്തിയ സ്ത്രീയാണ് ഇതിനകത്തെല്ലാം കുഴപ്പം, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം, ഈ അന്ധവിശ്വാസത്തെ തുടർന്നുള്ള ക്രിമിനൽ നടപടികൾ, അത്തരം ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നതായി നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ? സാറേ, ഈ ചന്താമരയുടെ ഭാര്യയും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നീട് അതിൽ കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം ചന്താമരയ്ക്ക് ഭാര്യനെ ഭയങ്കര സംശയം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇരുവരും നിരന്തരം വഴക്കും വക്കാണൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ ഈ നേരത്തെ മരിച്ച ചന്താമര കൊലപ്പെടുത്തിയ സജിതിയാണ് ഈ ചന്താമരയുടെ ഭാര്യയ്ക്ക് അഡ്വൈസ് ചെയ്യണത്. അപ്പൊ ആ ഭാര്യയാണ് ഇതിൽ നിന്ന് അകറ്റണം എന്നുള്ളൊരു ധാരണയിലാണ് അന്നൊരു കൊലപാതകം നടന്നത്, സജിതാനെ കൊന്നത്. അപ്പൊ ആ വൈരാഗ്യം മൊത്തം പേരെ വീട്ടിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ പരാതി കൊടുത്തതിന്റെ മുകളിലാണോ ഈ വിദ്വേഷം കൂടുതൽ ആളിക്കത്തിയെന്നും അറിയില്ല സാർ. മറ്റു ചില സ്ത്രീകളെയും ഈ ചന്താമര തന്നെ ഭീഷണിപ്പെടുത്തിയതായിട്ട് ഇന്ന് ഒരു പുഷ്പ ഞങ്ങളോട് സംസാരിച്ചു. ചന്താമരയുടെ നേരെ തൊട്ട് മുമ്പിലുള്ള വീടാണ് ഈ പുഷ്പയ്ക്ക് നേരത്തെ ഭയങ്കര ഇവ വന്നതും പരാതി ഉണ്ടായിരുന്നു, ആക്രമിക്കുക എന്നുള്ള പറഞ്ഞു. കാരണം ചന്താമര അധികം ജനങ്ങളോട് സംസാരിക്കുന്ന കൂടുതലല്ല. ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മുഖത്തൊരു ഗൗരവവും, അപ്പൊ അങ്ങനെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അവൻ പല പ്രാവശ്യം ഇവർ പറയണ്ടായിരുന്നു, കത്തിയൊക്കെ വീടിന്റെ മുമ്പത്ത് വെച്ച് ഇങ്ങനെ ഉരച്ച് കാണിക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു ഇവര്. അപ്പൊ ഇവർക്ക് മൊത്തത്തിലൊരു പേടിയായിരുന്നു അവർക്ക് എല്ലാവർക്കും പേടിയുണ്ട്, പരാതിയുണ്ട്. ഇയാൾ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയ ആളാണ്. അയാൾ മറ്റുള്ളവർക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പരിസരത്ത് വന്ന് ജീവിക്കുന്നു. പരാതി പറഞ്ഞിട്ട് പോലീസ് താക്കീത് കൊടുത്ത് പറഞ്ഞയച്ചു. അത്ര ലാഘവത്തോടെയാണ് ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ കറുത്ത തുണിയുമായി പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഭീഷണി, മറ്റുള്ളവർക്ക് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാൾ, അത് ഒരു കൊലക്കേസ് പ്രതി വന്ന്
ഭീഷണി ഉണ്ടാക്കി, അവരെ പേടിപ്പിച്ചു, എല്ലാം ചെയ്തിട്ടും ഉപദേശം കൊടുത്ത് പറഞ്ഞു വിട്ടത്. ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ പോലീസ് പ്രവർത്തിച്ചത്? പോലീസ് സ്റ്റേഷനിലുണ്ടായ യാഥാർത്ഥ്യ സംഭവം ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാർ. എങ്ങനെയാണ് സംഭവിച്ചത്, എന്ത് രീതിയിലാണ് കോംപ്രമൈസ് ചെയ്തതെന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിലും പോലീസ് വന്ന് അവനെ വിളിപ്പിച്ചു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നുള്ള സത്യമാണ്.